ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ വലിയൊരു അനുഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സുദിനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരു വിശ്വാസി അവൻ്റെ മനസ്സിൽ ഏറെ സന്തോഷം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്നുള്ളത്. കാരണം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ, സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന റമദാൻ മാസത്തിലെ ദിനരാത്രങ്ങൾ ഓരോന്നും ഇബാദത്തുകളിൽ മുഴുകി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കി കഴിവിൻ്റെ പരമാവധി ഏതു മേഖലകളിലെല്ലാം സൂക്ഷിക്കണമെന്ന് അല്ലാഹുവും റസൂലും കൽപ്പിച്ചോ ആ മേഖലകളിലെല്ലാം സൂക്ഷ്മത പാലിച്ച് റമദാനിൻ്റെ ആ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയവരാണ് നാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹമാണ് ഈ ദിവസങ്ങൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏടിൽ എഴുതി ചേർക്കാനായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. മാത്രമല്ല, വിശ്വാസികളുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അല്ലെങ്കിൽ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് എന്ന് റബ്ബ് പഠിപ്പിച്ച തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ആ നന്ദി പ്രകടനം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഒരു വേദന നിലനിൽക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത്രയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന, ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയല്ലോ എന്ന ഒരു മനോവിഷമം കൂടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റമദാൻ അവസാനിക്കുമ്പോൾ ഇത് അവസാനിച്ചല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോന്നിരുന്ന തിന്മകളിലൊക്കെ വ്യാപിക്കാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കുന്നത് യഥാർത്ഥത്തിൽ കാപട്യമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ നുസൂസുകളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു നൽകിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അവന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം ഈ പറയപ്പെട്ടതുപോലെ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രിയപ്പെട്ട, റബ്ബിന് തൃപ്തിപ്പെട്ട കർമ്മങ്ങളിൽ അങ്ങേയറ്റം പ്രതിഫലം ലഭ്യമാകുന്ന ആ ദിവസങ്ങൾ അത് വിട പറഞ്ഞു പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്കത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനായോ എന്ന ഒരു മനോവിഷമം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ സഹോദരന്മാരെ, പെരുന്നാൾ സുദിനമെന്നുള്ളത് അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു നൽകിയ മറ്റൊരു മാതൃകയാണ് സന്തോഷ പ്രകടനം നടത്തുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ഉലമാക്കൾ പറയുകയാണ്, ഇദ്ഹാറു സുറൂരി ഫിൽ അഅയാദി, അഥവാ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുക, ശറഅ് വിലക്കാത്ത രൂപത്തിൽ സന്തോഷ പ്രകടനം നടത്തുക എന്നുള്ളത് മിൻ ശിആരിദ്ദീൻ, അത് ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ
ഒരു സന്തോഷത്തിനുമില്ല. ഞാൻ സാധാരണ ഏതൊരു ദിവസത്തെയും പോലെ എൻ്റെ ഈ ദിവസം അങ്ങ് കഴിച്ചുകൂട്ടിക്കൊള്ളാം എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശറഅ് വിലക്കിയ കാര്യമാണ്, അല്ലെങ്കിൽ ശറഇന് വിരുദ്ധമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. മറിച്ച് ഇസ്ലാം അനുശാസിക്കുന്ന, പഠിപ്പിച്ച ആ സന്തോഷ പ്രകടനങ്ങൾ അതിന്റെ പരിധി ലംഘിക്കാതെ സന്തോഷിക്കുക എന്നുള്ളത് അത് ശറഅ് നമ്മിൽ നിന്ന് തേടുന്നതാണ്. മറിച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അതിന്റെ ആ പരിധി ലംഘിക്കാതെ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ എന്തൊക്കെ നമുക്ക് സന്തോഷിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ, ഈ ദിവസത്തിൽ എന്തൊക്കെ നമുക്ക് സന്തോഷിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ, ആ സന്തോഷ പ്രകടനങ്ങളിലൊക്കെ നമ്മൾ ഭാഗവാക്കായി സന്തോഷിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് നമ്മൾ വലിയ സന്തോഷത്തിലാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ പെരുന്നാളിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരുമ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ വലിപ്പം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്നവരാണ്, അല്ലെ? മുസ്ലിമായി എന്നുള്ളത് തന്നെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്ന വളരെ വലിയ മറ്റൊരു അനുഗ്രഹമാണ് നിർഭയത്വത്തോടുകൂടെ ഓരോ പ്രഭാതവും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇതാരാ പഠിപ്പിച്ചത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി. ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരികയാണ്. അയാൾ എഴുന്നേറ്റ് വരുന്നത് അയാളുടെ ശരീരത്തിൽ മറ്റിതര പ്രയാസങ്ങളൊന്നുമില്ലാതെ ആഫിയത്തോടു കൂടെയാണ്. മാത്രമല്ല, അയാൾ നിർഭയനായിക്കൊണ്ടാണ് അയാൾ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് തിന്നാനുള്ളത്, ഭക്ഷിക്കാനുള്ളത് അയാളുടെ പക്കലുണ്ട്. അതിനെക്കുറിച്ച് അയാൾക്ക് ബേജാറില്ല. അപ്പൊ ആരോഗ്യത്തോടുകൂടെ നിർഭയനായിക്കൊണ്ട് അന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തോടുകൂടെ ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയാ, അയാൾക്ക് ഈ ദുനിയാവ് മുഴുവൻ സമ്മേളിക്കപ്പെട്ടതുപോലെയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം തന്നെ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖമാണ്, സൗകര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലേ? നമ്മളൊക്കെ ഓരോ ദിവസവും എഴുന്നേറ്റ് വരുന്നത് ഈ ഒരു അനുഗ്രഹങ്ങൾ ഓരോന്നും ആസ്വദിച്ചുകൊണ്ടാണ്. നമ്മളെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകുമെന്നോ, നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമെന്നോ, എനിക്കിന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തെക്കുറിച്ച് വേവലാതിയോ പ്രയാസമോ ഇല്ലാതെ ശരീരത്തിൽ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, അത് വളരെ വലിയ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ നിഅമത്ത് നിലനിൽക്കേണ്ടതുണ്ട്. നമുക്ക് ഈ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇബാദത്തിനും നമ്മളുടെ മുൻപോട്ടുള്ള ജീവിതത്തിനുമൊക്കെ സഹായകരമാണ്, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സമൂഹത്തിൽ വലിയ ഫിത്നകളും യുദ്ധാവസ്ഥയും മറ്റിതര നിർഭയത്വം നഷ്ടപ്പെട്ട ഒരവസ്ഥയുമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് എങ്ങനെയാവുന്നു നമസ്കരിക്കുക, അല്ലേ? നമുക്കൊന്ന് നമസ്കരിക്കാൻ നിൽക്കുമ്പോ, നമുക്കൊന്ന് ഖുർആൻ ഓതാനിരിക്കുമ്പോ, നമുക്കൊന്ന് ഇബാദത്തുകളിൽ ഏർപ്പെടുമ്പോ നമുക്ക് എവിടെയാണ് സഹോദരന്മാരെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖവും സൗകര്യവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെന്നും വർദ്ധിക്കണമെന്നും വിശ്വാസികളായ നമ്മൾ കൊതിക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. റബ്ബ് വിളംബരം നടത്തിയിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. കണ്ടോ, റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു നൽകും. എനിക്ക് കണ്ണു നൽകിയിട്ടുണ്ട് എങ്കിൽ, എനിക്ക് കാതു നൽകിയിട്ടുണ്ട് എങ്കിൽ, എനിക്ക് നാവ് നൽകിയിട്ടുണ്ട് എങ്കിൽ, ചലിക്കാനും എടുക്കാനും പിടിക്കാനും ഒക്കെയുള്ള
അവയവങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ഓരോ അവയവത്തിനും നമുക്ക് നന്ദി കാണിക്കാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വർധനവ് നൽകും, അതിൽ അനുഗ്രഹം നൽകും, അതിൽ ബറക്കത്ത് ചൊരിഞ്ഞു നൽകും എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹം എങ്ങനെയായിരിക്കണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രകടിപ്പിക്കേണ്ടത്? ഒരിക്കൽ ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറയുന്ന അഇമ്മത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉലമാക്കളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ അബാ ഇസ്ഹാഖ് ഇന്നി മുസ്രിഫുൻ അലാ നഫ്സി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് ഫഅരിദ് അലയ്യ മാ യകൂനു ലഹാ സാജിറൻ വ മുസ്തൻഖിദൻ ലിഖൽബി, എനിക്ക് ഈ തെറ്റിൽ നിന്നൊക്കെ ഒന്ന് വിരമിക്കണം, എന്റെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് എനിക്കൊന്ന് ശുദ്ധി വരുത്തണം, അതുകൊണ്ട് ഈ തെറ്റുകൾ കഴുകിക്കളയാൻ, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തക്ക രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും. ആ സമയത്ത് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ള ഈ മനുഷ്യനോട് പറയാണ്, 5 കാര്യങ്ങളുണ്ട്, ആ 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നീ തെറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ആ 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നീ തെറ്റ് ചെയ്തോളൂ, പിന്നെ കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കിലതൊന്ന് പറഞ്ഞു തരൂ, ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അദ്ദേഹം ഈ മനുഷ്യനോട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നു, ഫഇൻ അറദ്ത അൻ തഅസില്ലാഹ അസ്സ വജല്ല ഫലാ തഅകുൽ റിസ്ഖ, നീ അല്ലാഹനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, ഉപജീവനമുണ്ടല്ലോ, ഭക്ഷണമുണ്ടല്ലോ, നീ അത് ഒഴിവാക്കുക, നീ അത് തിന്നുകയില്ല എന്ന് തീരുമാനമെടുക്കുക. റബ്ബിനോട് നിനക്ക് ധിക്കാരം കാണിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇനി റബ്ബ് സംവിധാനിച്ചു വെച്ച ആ ഉപജീവനം കഴിച്ചിട്ട് ഞാൻ ഇനി റബ്ബിനെ ധിക്കരിക്കൂല എന്ന് തീരുമാനം എടുക്കുക. ഈ സമയത്ത് ഈ മനുഷ്യൻ പ്രതികരിച്ചു എന്നാണ്, ഫമിൻ ഐന ആകുലു വകുല്ലു മാ ഫിൽ അർദി ബിൻ റിസ്ഖിഹി, ഞാൻ പിന്നെ എന്താ കഴിക്കുക? കാരണം ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച അവന്റെ റിസ്കല്ലേ. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ള അദ്ദേഹത്തോട് തിരിച്ചു പ്രതികരിച്ചു എന്നാണ്, യാ ഹാദാ അഫഹസനുൻ അൻ തഅകുല റിസ്ഖഹു വ തഅസിയ, പിന്നെ എങ്ങനെയാണ് ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട്, ആ റബ്ബിന്റെ അനുഗ്രഹം നുകർന്നുകൊണ്ട്, അവൻ സംവിധാനിച്ചു വെച്ച ആ ഉപജീവനം കഴിച്ചുകൊണ്ട് പിന്നെ നിനക്ക് എങ്ങനെ ധിക്കരിക്കാനാകും? ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ രണ്ടാമതൊന്നും പറഞ്ഞ കാര്യമില്ല, അതൊന്ന് പറയട്ടെ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നീ റബ്ബിനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാത്ത ഏതെങ്കിലും ഒരു ലോകത്ത് പോയി ജീവിച്ചോ. അപ്പോഴും ഈ മനുഷ്യൻ പ്രതിവദിച്ചു എന്നാണ്, അതെങ്ങനെയാ സാധ്യമാവുക? ഈ ലോകം മുഴുവൻ റബ്ബിന്റെ സൃഷ്ടിപ്പല്ലേ, ഈ റബ്ബ് സൃഷ്ടിച്ചതല്ലാത്ത സംവിധാനിച്ചതല്ലാത്ത ഏതൊരു സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ജീവിക്കാനാവുക? അപ്പോഴും ഈ മനുഷ്യനോട് ഇബ്രാഹിം ബിൻ അദ്ഹം ഈ രൂപത്തിൽ പ്രതിവദിച്ചു എന്നാണ്. വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു, പിന്നെന്താണുള്ളത്? അപ്പോൾ അദ്ദേഹത്തോട് ചിരിച്ചു പറഞ്ഞു എന്നാണ്, എങ്കിൽ നീ റബ്ബിന്റെ ഉപജീവനമൊക്കെ കഴിച്ചോളൂ, അവൻ സൃഷ്ടിച്ച സ്ഥലത്തൊക്കെ നീ താമസിച്ചോളൂ, പക്ഷേ റബ്ബ് കാണാത്തൊരിടത്ത് പോയിട്ട് നീ അല്ലാഹനെ ധിക്കരിച്ചോളൂ. ഈ മനുഷ്യൻ പറഞ്ഞു, റബ്ബ് കാണാത്തൊരിടം എവിടെയാണ്? ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ച ഏതൊക്കെ ലോകമുണ്ടോ അവിടെയൊക്കെ എന്റെ റബ്ബിന്റെ കാഴ്ചയെത്തും. ഞാൻ ഏത് തെറ്റ്, ഏത് കൂരിട്ടിൽ ചെയ്താലും എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണില്ലേ? നാലാമത് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, മലക്കുൽ മൗത്ത് നിന്നെ പിടിക്കാൻ വരുമ്പോ കുറച്ച് സമയം കൂടെ എനിക്കൊന്ന് അവർ നിശ്ചയിച്ച് നൽകിയാൽ ഞാൻ തെറ്റ് ചെയ്തോളാം എന്ന് പറയും. കാരണം മരിക്കാൻ വരുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്ത് തെറ്റിലാണ്, തിന്മയിലാണുള്ളത് എന്ന് എനിക്കോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. ഏതൊക്കെ അബദ്ധങ്ങൾ, ഏതൊക്കെ നന്മകൾ, ഏതൊക്കെ ബാധ്യതകൾ ഈ മനുഷ്യൻ വിട്ടുപോയിട്ടുണ്ട് എന്നും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഓരോന്ന് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക സഹോദരന്മാർ, ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടല്ലേ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കുക, എന്നിട്ട് മരണം സംഭവിക്കുമ്പോൾ രക്ഷപ്പെടാമെന്ന ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ സഹോദരന്മാരെ, അത് കുതന്ത്രം മാത്രമാണ്. നാളെ പരലോകത്ത് നമുക്കതുകൊണ്ട് യാതൊരു വിജയവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിനെ
സുഖവും സന്തോഷവും ലഭ്യമാകാൻ കാരണമാവൂ. മറ്റേത് നിലക്ക് നമ്മൾ സന്തോഷം തേടുന്നുണ്ടെങ്കിലും സമാധാനം തേടുന്നുണ്ടെങ്കിലും അതൊന്നും നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്ത ആളുകൾ. എന്താ ദുൽമ്? അഥവാ ഷിർക്ക് കലർത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്ത, വിശ്വാസത്തിൽ ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെ ആരാധിക്കണമെന്ന് റബ്ബ് പറഞ്ഞോ ആ രൂപത്തിൽ വിശ്വാസം ക്രമീകരിച്ച ശരിയായ വിശ്വാസികളായ ആളുകൾ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. അപ്പൊ നമ്മൾ നിർഭയത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിശ്വാസം റെഡിയാക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും നിലക്കുള്ള പുഴുക്കുത്തുകൾ കടന്നു വരാതിരിക്കുക എന്നുള്ളതാണ്. ഒരു നിലക്കും അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഹും മുഹ്തദൂൻ, യഥാർത്ഥത്തിൽ അവരാണ് സന്മാർഗം സിദ്ധിച്ച ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ശിർക്ക് കടന്നു വരാതിരിക്കുക എന്നത് നമ്മളുടെ ആദ്യാവസാനം വരെയുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസപരമായി ഒരു അബദ്ധവും കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? ഏതെങ്കിലും നിലക്കൊക്കെ വൈകല്യങ്ങൾ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റു മേഖലകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതുപോലെയല്ല വിശ്വാസ മേഖലയിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിർഭയത്വം ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ഈ അനുഗ്രഹം തുടർന്നു പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് വിശ്വാസം ക്രമീകരിക്കുക. ഒരു നിലക്കും നമ്മളിൽ വിശ്വാസപരമായ അബദ്ധം സംഭവിക്കാതിരിക്കണം എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുക. നമ്മൾ ഈ പറയുന്ന യഥാർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ തൗഹീദിനെ കുറിച്ച് നമ്മൾ പറയുന്ന ചെറിയ സദസ്സ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സദസ്സുകളുണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതായിക്കൊള്ളട്ടെ, നമ്മൾ 5-6 ആളുകൾ ഇന്ന് വട്ടം കൂടിയിരുന്ന് തൗഹീദിനെ കുറിച്ച് പഠിക്കുന്ന ചെറിയ ഒരു പഠന സംരംഭമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മളിലേക്ക് സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുക. കാരണം ഈ ലോക സഞ്ചയത്തെ മുഴുവൻ അല്ലാഹു സൃഷ്ടിച്ചതിന്റെ കാരണം ഈ തൗഹീദാണ്. ആ റബ്ബിനെ ആരാധിക്കാനാണ്, ആ റബ്ബിൽ കൃത്യതയോടുകൂടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പറയുന്ന, പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടായിത്തീരുക എന്നുള്ളത് നമ്മളിൽ സംരക്ഷണവും സമാധാനവും നിലനിൽക്കാനുള്ള അടിസ്ഥാന കാരണമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുകയാണ്. ചില ആളുകൾ അവര് തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കണോ, ഞങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനാണ്. അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്, നമ്മൾ തിരിച്ചറിയുക. മഹാന്മാരായ അമ്പിയാക്കന്മാരടക്കം അവരുടെ മക്കളോട് മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അവരോട് ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക, ആരോടാണ് സഹായം തേടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി കൊണ്ട് സഹോദരന്മാരെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്നത് പോലെ തിന്മകളിൽപ്പെട്ട ഏറ്റവും വലിയ തിന്മയായ ശിർക്കും അതുപോലെ തന്നെ മറ്റിതര തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം ഈ റമദാനോടുകൂടെ അല്ലെങ്കിൽ നമ്മളിൽ കഴിഞ്ഞുപോയ റമദാനുകളിലൂടെ നമുക്ക് മനസ്സിലായതാണ്. പല തിന്മകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന പല തിന്മകളും നമുക്ക് വളരെ ലളിതമായി റമദാൻ മാസത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് തുടർന്നുള്ള ജീവിതത്തിലും അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവസാനമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ള മറ്റൊന്ന്, സഹോദരന്മാരെ, നമ്മൾ ചെയ്തു വന്ന നന്മകൾ അത് തുടർന്നു പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മൾ തുടർന്നു പോകാൻ വേണ്ടി പരിശ്രമിക്കുക, അല്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവർ പഠിപ്പിച്ചു നൽകുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കർമ്മങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അദ്വമുഹാ വ ഇൻ ഖല്ല, കുറച്ചാണ് ചെയ്യുന്നതെങ്കിലും അത് നിലനിർത്തി കൊണ്ടുപോവുക. നമ്മൾ രാത്രി നമസ്കാരം 11 റക്അത്താണ് നമ്മൾ ഇത്രയും നാൾ നമസ്കരിച്ചത്. ശരി,
തുടർന്ന് നമുക്ക് 11 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കൂല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. എങ്കിൽ കുറഞ്ഞത് 3 അല്ലെങ്കിൽ 5 നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ വിശുദ്ധ ഖുർആൻ ചിലപ്പോൾ ഓരോ ദിവസവും നമ്മൾ 5ഉം 6ഉം അല്ലെങ്കിൽ 10ഉം 15ഉം ഒക്കെ ഓരോ വക്തിന് നമ്മൾ പേജ് വെച്ച് ഓതിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനി തുടർന്നുകൊണ്ട് നമുക്ക് ഓതാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇത്രയും ഒരു പേജെങ്കിലും ദിവസവും ഞാൻ ഓതും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. അത് ആ കുറച്ചാണെങ്കിൽ പോലും അത് തുടർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, റബ്ബിന് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ചല്ലേ എന്ന് നമ്മൾ വിചാരിക്കണ്ട. കുറച്ചെത്രയാണോ നമുക്ക് പറ്റുന്നത് അത് സ്ഥിരമായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മകൾ ഒഴിവാക്കുക, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക, കഴിവിന്റെ പരമാവധി റബ്ബിനെ ഭയപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ശുക്ർ പ്രകടിപ്പിക്കുക. ആ ശുക്രിന്റെ ഭാഗമായി നമ്മളുടെ വിശ്വാസം ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടെ നമുക്കറിയാം, റമദാൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രത്യേകമായൊരു സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഒരു സുന്നത്താണ് ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറഞ്ഞാൽ. ആ 6 നോമ്പ് പ്രവാചകൻ പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു 6 ദിവസം കൂടെ നോമ്പെടുത്താൽ അത് വളരെ വലിയ പ്രതിഫലത്തിന് അത് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന ശരിയായ മുസ്ലിമീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിട പറയുമ്പോൾ ആ റമദാൻ മാസത്തിൽ നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഴുവൻ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹുകൾ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്, സ്വതക്കകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ ആ നന്മകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് തക്കതായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്ന നമ്മളുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഏത് നിലക്കുള്ള പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് അവർക്ക് ആശ്വാസം പകർന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.